വെറുതെ കിട്ടുന്ന ഒന്നിനും വിലയുണ്ടാകില്ല എന്ന് വളരെ കൃത്യമായിട്ട് തോന്നിപ്പിക്കുന്ന അന്നത്തെ ഗോസ്പൽ. യേശു കുറേ സ്ഥലങ്ങളിലൊക്കെ സുവിശേഷം പ്രസംഗിച്ച് അത്ഭുതങ്ങളൊക്കെ ചെയ്ത് ഉപമകളിലൂടെയൊക്കെ പഠിപ്പിച്ച ശേഷം യേശു സ്വന്തം നാട്ടിലേക്ക് വരികയാണ്. സ്വന്തം നാടെന്ന് പറയുമ്പോൾ നസ്രത്ത്. അവിടുത്തെ പ്രത്യേകത, യേശു ആ തെരുവുകളിലാണ് കളിച്ച് വളർന്നത്. അവിടുത്തെ നാട്ടുകാരോടാണ് അവൻ സംസാരിച്ചും ഇടപഴകിയൊക്കെ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ക്രിസ്തു ഇവർക്ക് അപരിചിതനല്ല, വളരെ സുപരിചിതനായ ഒരാളാണ്. കുഞ്ഞുനാൾ മുതൽ യേശുവിനെ കണ്ടിട്ടുണ്ട്. ആ യേശുവിനെ കണ്ടും കേട്ടും വളർന്നാണ് അവർക്ക് കഴിഞ്ഞ 30 വർഷത്തെ പരിചയം. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അവർക്ക് 30ാമത്തെ വയസ്സിന് ശേഷമുള്ള യേശുവിനെ മനസ്സിലാകുന്നില്ല. അവർ യേശുവിൻ്റെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ വാക്കിനപ്പുറത്തേക്കുള്ള ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് സാധിക്കാതെ പോയി എന്നുള്ളതാണ് ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്ന ഒരു പരാജയം. അവർ ചോദിക്കുന്നത്, ഇവനി ഞാനൊക്കെ ഇവിടെ നിന്നാണ്? കാരണം ഇവനാ മറിയത്തിൻ്റെ മകനല്ലേ? യാക്കോബും യോസയും യൂദാസും ശിമിയോനൊക്കെ അല്ലേ ഇവൻ്റെ സഹോദരങ്ങൾ? കൃത്യമായിട്ട് അവരിങ്ങനെ 30 വർഷമായി പരിചയമുള്ളൊരു ക്രിസ്തുവിനെ വിലയിരുത്തുകയാണ്. അവർ വിലയിരുത്തിയത് 2 ഡയമെൻഷനാണ്. ഒന്ന്, ഒരു സോഷ്യൽ ഡയമെൻഷൻ. അവരുടെ തെരുവുകളിൽ കളിച്ച് നടന്ന് അവരുടെ നാട്ടിലൊക്കെ സംസാരിച്ച് നടന്ന് ഒരു സാധാരണ ഒരു യുവാവ്. അങ്ങനെ കുഞ്ഞുനാൾ മുതൽ തന്നെ അറിയാവുന്ന ഒരു കുഞ്ഞ് പിന്നീട് 30ാമത്തെ വയസ്സിലെത്തുമ്പോൾ ഒരു സോഷ്യൽ ഡയമെൻഷൻ അവർ കൃത്യമായി കിട്ടുന്നുണ്ട്. രണ്ടാമതായിട്ട് അവർ അനലൈസ് ചെയ്ത് ഒരു ബയോളജിക്കൽ അനലൈസിങ് ആണ്. അതായത് അവൻ്റെ അമ്മ ആരാണ്, അവൻ്റെ കസിൻസ് ആരാണ്, ഇങ്ങനെ ഒരു ബയോളജിക്കൽ റിലേഷൻഷിപ്പ് അവരിങ്ങനെ അനലൈസ് ചെയ്യുന്നു. അതിലൂടെയൊക്കെ അവരെത്തുന്ന കൺക്ലൂഷൻ, ഇത് ഇവനെ കൊണ്ട് പറ്റില്ല, ഇത് ഇങ്ങനെ സംസാരിക്കാൻ തക്കവത്തിനും പാകപ്പെട്ടിട്ടില്ല. അങ്ങനെ വളരെ പെരിഫറൽ റിലേഷൻഷിപ്പിൻ്റെ ബേസിൽ അനലൈസ് ചെയ്തിട്ട് യേശുവിനെ അവർ അവഗണിക്കുകയാണ്. പക്ഷേ അവർ ശ്രദ്ധിക്കാതെ പോയ വേറൊരു വശമുണ്ട് ക്രിസ്തുവിന്. അതാണ് ഒരു സൂപ്പർ നാച്ചുറൽ റിലേഷൻഷിപ്പ്. അത് സ്വർഗവുമായിട്ടാണ്, ആ സ്വർഗത്തിലെ പിതാവുമായിട്ടാണ്. അങ്ങനെ റിലേഷൻഷിപ്പ് ക്രിസ്തുവിനുള്ള കാര്യം ഇവർക്കറിയില്ല. ഇവർ ക്രിസ്തുവിനെ സോഷ്യലായിട്ടും ബയോളജിക്കലായിട്ടൊക്കെ അനലൈസ് ചെയ്ത ശേഷം അതിനപ്പുറത്തേക്ക് ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, ഇവൻ ഇങ്ങനെയൊന്നും അല്ല, ഇവനിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് ജനങ്ങൾക്ക് പറ്റിയ തെറ്റ്. കുട്ടിക്കാലം മുതൽ ക്രിസ്തുവിനെ കണ്ടുവളർന്ന മനുഷ്യർക്ക് പിന്നീട് ആ ക്രിസ്തുവിലെ ദൈവത്വത്തെ കാണാൻ അവർ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പരാജയം. വെറുതെ കിട്ടുന്ന ഒന്നിനും വിലയുണ്ടാകില്ലല്ലോ. എല്ലാ ദിവസവും കണ്ടതിൻ്റെ പേരിൽ ക്രിസ്തു ഇത്രയേ ഉള്ളൂ എന്നവർ ചിന്തിച്ചു. പക്ഷേ ഇത്രയേ ഉള്ളൂ എന്നല്ല, ഇവൻ എത്രയോ ആണ് എന്നൊരു ചിന്തയാണ് ഏറ്റവും പ്രധാനം. അവൻ എത്രയാണെന്ന് ചിന്തിക്കാൻ പോലും മനസ്സവർ കഴിഞ്ഞില്ല. അത്ര വിശാലത അവർക്കില്ലാതെ പോയി. സ്നേഹമുള്ളവരെ, ചില മനുഷ്യരൊക്കെ ഇങ്ങനെയാണ്. തൊട്ടു മുമ്പിലുള്ളവരെ കണ്ണിലെ കാഴ്ച കൊണ്ട് അനലൈസ് ചെയ്യും. എനിക്ക് തോന്നുന്നു, ഇനി ഭൂമിക്ക് ആവശ്യം കണ്ണിനപ്പുറത്തേക്ക് കാണാനുള്ളൊരു കാഴ്ചയും കാതിനപ്പുറത്തേക്ക് കേൾക്കാനുള്ളൊരു കേൾവിയും വാക്കിനപ്പുറത്തേക്ക് സംസാരിക്കാനുള്ളൊരു കഴിവുമാണ്. കാരണം കാണുന്നതൊന്നുമല്ല സത്യം, അതിനപ്പുറത്തേക്ക് ചില സത്യങ്ങളുണ്ട്. കേൾക്കുന്നതുമല്ല സത്യം, അതിനപ്പുറത്തേക്ക് ചില സത്യങ്ങളുണ്ട്. നമ്മൾ സംസാരിക്കുന്നതല്ല സത്യം, അതിനപ്പുറത്തേക്ക് ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇങ്ങനെ കണ്ണിനപ്പുറം കാതിനപ്പുറം നാവിനപ്പുറം ചില സത്യങ്ങളുണ്ട് എന്ന തിരിച്ചറിവാണ് ഇന്നത്തെ ഗോസ്പൽ. ഇങ്ങനെയൊരു തിരിച്ചറിവ് ലഭിക്കാതെ പോയ മനുഷ്യർ അവനെ അവഗണിച്ചു, അവനെ വേണ്ടാന്ന് വെച്ചു, ആ നാട്ടിൽ നിന്ന് തന്നെ അവനെ മാറ്റിവിട്ടു. അവർക്ക് ക്രിസ്തു അത്ര വലിയതായി കാണാൻ താല്പര്യപ്പെട്ടില്ല. ഒരുപക്ഷെ ചില സമയങ്ങളിൽ നമ്മളും ക്രിസ്തുവിനോട് ചെയ്യുന്ന ചതി ഇത് തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ വെറുതെ ഒരു അത്ഭുതം ചെയ്യുന്നവനായിട്ടോ അതിനപ്പുറത്തേക്ക് നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ നേടിത്തരുന്നവനായിട്ടൊക്കെ ക്രിസ്തുവിനെ ചുരുക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്കൊരു ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിൻ്റെ പ്രത്യേകത ഒരു സൂപ്പർ നാച്ചുറൽ റിലേഷൻഷിപ്പാണ്. സ്വർഗസ്ഥനായ പിതാവുമായിട്ടൊരു ബന്ധം വെച്ച് ആ ബന്ധത്തിൽ നമ്മളെ നയിക്കുന്നവനാണെന്നൊരു ചിന്ത. ഈ ചിന്തയാണ് നമുക്കിന്ന് ആവശ്യം. വെറുതെ സോഷ്യൽ ഡയമെൻഷനിലും ബയോളജിക്കൽ ഡയമെൻഷനിലും മാത്രം ക്രിസ്തുവിനെ ചുരുക്കാൻ ആരും ആഗ്രഹിക്കരുത്. അതിനപ്പുറത്തേക്ക് ഒരു ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിനെ കണ്ടവരെയൊക്കെയാണ് സഭ വിശുദ്ധരെന്ന് വിളിച്ചത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും കുറച്ചുകൂടി കാഴ്ചയുടെ തെളിമയും കേൾവിയുടെ ശ്രദ്ധയും നാവിൻ്റെ ശ്രേഷ്ഠതയുമൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊക്കെ തന്നെയാണ് കുറച്ചും കൂടി അപ്പുറത്തേക്കുള്ളൊരു ക്രിസ്തുവിനെ കാണാൻ നമ്മളെ സഹായിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.